കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി. ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിക്കാൻ കഴിയുന്ന അഭിമാന മുഹൂർത്തം. കേരളം ഇന്നോളം കൈവരിച്ച മുന്നേറ്റങ്ങളിൽ തിളക്കമാർന്ന നേട്ടം. എന്നാൽ ഇതെല്ലാം സർക്കാരിൻ്റെ PR ആണെന്ന വാദവുമായി പ്രതിപക്ഷം ഇതിനോട് മുഖം തിരിച്ചു നിൽപ്പാണ്. ഇതെന്ത് കണക്ക്, എന്ത് ശാസ്ത്രീയത എന്ന ചോദ്യങ്ങളും ഉന്നയിക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാണെന്നല്ല, കണക്കെടുപ്പിലും കണക്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടാവാം. പ്രഖ്യാപനത്തിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം ഉണ്ടെന്നതിലും തർക്കമേയില്ല. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തോടെ കേരളത്തിൽ പട്ടിണി അവസാനിച്ചുവെന്നോ ഇനി കേരളീയരെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ശേഷിയുള്ളവരായി മാറിയെന്നോ അല്ല. പക്ഷേ ഇതൊരു തുടക്കമാണ്, വലിയ തുടക്കം, നിരന്തരമായ തുടർച്ച വേണ്ട ഒന്ന്. അതിനുവേണ്ടി എടുത്ത മുൻകൈ, അത് നടപ്പാക്കാനെടുത്ത കാലവും പ്രയത്നവും ഇതിനെയെങ്കിലും മാനിക്കണം. ലോകം ധാരാളിത്തത്തിൽ രമിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിൽ അടുത്ത നേരത്തെ അന്നമെങ്ങനെയെന്ന ചിന്തയിൽ കഴിയേണ്ടി വരുന്ന സാധാരണക്കാരായ ചില മനുഷ്യരെങ്കിലും ഈ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. എങ്ങാനും ഒരസുഖം വന്നാൽ ഒരു മാസത്തെ മാത്രമല്ല, വരും മാസങ്ങളിലെയും ജീവിതം വഴിമുട്ടിപ്പോകുമല്ലോ എന്ന കൊടും വ്യഥയിൽ ചികിത്സ വേണ്ടെന്ന് വെക്കുന്നവർ. അങ്ങനെയുള്ള 64,006 കുടുംബങ്ങളെ ദാരിദ്ര്യ സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനെങ്കിലും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ 4 ഘടകങ്ങൾ പരിശോധിച്ചാണ് അതിദരിദ്രരെ കണ്ടെത്തിയെന്ന് സർക്കാർ പറയുന്നു. അവരിൽ ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യം കണ്ടെത്തി ഭക്ഷണ കിറ്റ് മുതൽ വരുമാന വഴി വരെ ഉറപ്പാക്കി. ഇനിയും സമൂഹത്തിൽ അതിദരിദ്രർ ഉണ്ടാവും. ഇപ്പോൾ നന്നായി ജീവിക്കുന്ന പലരും നാളെ ഈ ഗണത്തിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. അപ്പോഴും ഇതിന് തുടർച്ച വേണം. പക്ഷേ കേരളത്തിൽ നടക്കുന്നത് ഇതേ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ്, അത്തരം ഒരു മുന്നേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളല്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്.